യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ശരിക്കും ചാപ്റ്റർ 2 ആയിട്ട് വരും. ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിനുശേഷം ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പൊ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളുണ്ട്. എന്തെങ്കിലും സംശയമോ വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും പോരായ്മ തോന്നുകയാണ് അപ്പാപ്പ ചോദിച്ചോട്ടോ. സോ നമുക്കറിയാം ഫിസിക്സിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ശരിക്കും രണ്ട് തരമുണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിലൊന്നാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായുള്ള ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇപ്പം നമുക്കറിയാം ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയണം. ഇവിടെ ഞാൻ ഇത്ര ദൂരം പോയി, ഇത്ര കിലോ സാധനം വാങ്ങി, ഇത്ര നേരം കൊണ്ട് തിരിച്ചു വന്നു, അങ്ങനെയുള്ള ഫണ്ടമെന്റൽ കാര്യം പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ദ ബേസിക് യൂണിറ്റ്സ് ആണ് അവർ. ആ യൂണിറ്റുകൾ ഇല്ലാതെ വേറൊരു യൂണിറ്റുകളും നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതിനെ അതിൽ കൂടുതൽ സിമ്പിളർ ആക്കി മാറ്റാൻ പറ്റില്ല. ക്വാണ്ടിറ്റീസ് which cannot be expressed in more simpler form. The quantities which cannot be expressed in simpler form. നമ്മൾ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇപ്പം വീണ്ടും ചെറുതാക്കി പറയാൻ പറ്റില്ല. എക്സാമ്പിളൊക്കെ എഴുതി കാണിക്കുമ്പോൾ മനസ്സിലാവും. സിംപ്ലർ ഫോമിലേക്ക് മാറ്റാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. 3 എണ്ണാണുള്ളത്. ഒന്ന് മാസ്, രണ്ടാമത്തത് ലെങ്ത്, മൂന്നാമത്തത് ടൈം. പക്ഷെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡിറൈവ്ഡ് ഫ്രം ദിസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് ഒരെണ്ണം നോക്കാം. വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഏതി വരും? ലെങ്തി വരും അല്ലേ? ലെങ്ത് ബൈ ടൈം ആകും. അപ്പൊ നോക്കി, the derived quantities, that the quantities which are derived from എവിടുന്ന? ഇതിനകത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് പറയുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. വേറൊരു എക്സാമ്പിളാണ് ഏരിയ അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്നാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? നീളം ഇൻറ്റു വീതി. അപ്പൊ അതും എങ്ങനെയാവും? ലെങ്തിന്റെ ഡയമെൻഷൻ അല്ലെ? എൽ ഇൻറ്റു എൽ അങ്ങനെ വരും. അല്ലെങ്കിൽ വോളിയം, അല്ലെങ്കിൽ ഏരിയ, അല്ലെങ്കിൽ വെലോസിറ്റി, അല്ലെങ്കിൽ ഡെൻസിറ്റി, എന്തുവാട്ടെ, എല്ലാ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ക്ലാസ്സിൽ വരുന്നതാണ്. ഇവയെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഇൻ ഫിസിക്സ് the quantities are majorly or mainly classified into two fundamental and derived quantities. Fundamental quantities which does not be classified or it does not be converted to any simpler form, but the derived quantity that can expressed in terms of fundamental quantities. There has 3 examples for fundamental quantity: mass, length, time, and all the other physical quantities that are derived quantities. Clear ആയോ അലീന? ക്വാണ്ടിറ്റീസ് 2 തരം ഉണ്ടായിരുന്നു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. പക്ഷെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെങ്കിലും that quantities are expressed in terms of units അല്ലേ? നമുക്കൊരു യൂണിറ്റ് വേണം. So all the
physical quantities are expressed in terms of units. ഇപ്പൊ നമുക്കറിയാം അരി മേടിച്ചു, തൂക്ക മാസാണ്. മാസിന് നമുക്ക് എങ്ങനെയൊക്കെ അവിടെ പറയാം? ഇത്ര കിലോഗ്രാം അരി മേടിച്ചു, അല്ലെ ഇത്ര ഗ്രാം അരിയായിരുന്നു, അല്ലെ ഇത്ര മില്ലിഗ്രാം ആയിരുന്നു, അങ്ങനെ പറയാം. സ്വർണ്ണാകുമ്പോൾ അറിയാലോ, ചെറിയ തൂക്കാകുമ്പോൾ മില്ലിഗ്രാം, ഗ്രാം അങ്ങനെ പറയും. ഇപ്പൊ പല പല യൂണിറ്റ്സ് ഉണ്ട്, കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ്, the measurement of a quantity, all the physical quantities, or the measurement of all the measurement of all the physical quantities are expressed in terms of units. Ini actually there are 3 unit system. പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റ് സിസ്റ്റം. ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇത്ര അടി നീളമുണ്ട്, അല്ലെ ഇത്ര കോഴി താഴ്ചയുണ്ട് കിണറെന്നൊക്കെ പറയുന്നു. അതിൽ നിന്ന് മാറിയേച്ച് നമ്മളിപ്പോൾ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഇത്ര മീറ്ററാന്ന് പറയും. നമ്മളുടെ നേരെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്ര ചാണ്, ഇത്ര അടി, ഇത്ര മുഴം, ഇത്ര കോല് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം യൂണിറ്റുകൾ മാറി മാറി വരുമായിരുന്നു. ശരിക്കും there are 3 types of unit system ഉണ്ടായിരുന്നു. 3 types of unit system. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു CGS. ഓർത്താ മതി, ആദ്യത്തെ അക്ഷരം ലെങ്തിന്റെ ആണേ, രണ്ടാമത്തെ അക്ഷരം മാസിന്റെ, മൂന്നാമത്തെ അക്ഷരം ടൈമിന്റെ. ലെങ്തിന്റെ, മാസിന്റെ, ടൈമിന്റെ. അപ്പൊ സി കൂട്ടി പറയാൻ പറ്റുന്ന ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? ഓർത്താകെ എടുക്കാം, സെന്റിമീറ്റർ. സോ ഇൻ CGS system the length is measured in centimeter. രണ്ടാമത്തെ മാസ്, mass is measured in gram, GRAM മതി. പിന്നെ ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. അപ്പൊ അതായിരുന്നു ഏറ്റവും ആദ്യം പണ്ടുണ്ടായിരുന്നത് CGS സിസ്റ്റം. ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു CGS സിസ്റ്റം. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഉപയോഗിച്ചതാണ് MKS. ഇതുപോലെ തന്നെ എമ്മിന് ലെങ്ത് എമ്മിൽ അളന്നെങ്കിൽ അത് ഏതായിരിക്കും പറയാവോ? ലെങ്ത് ഏതിലായിരിക്കും മെഷർ ചെയ്തിരുന്നത്? എം ആണെങ്കിൽ വെരി ഗുഡ്, മീറ്ററില്. ഇനി മാസ് ഏതിലായിരിക്കും മെഷർ ചെയ്തിരുന്നത്? കെ വരുമ്പം കിലോഗ്രാം. ടൈം അഗെയിൻ ഇൻ സെക്കൻഡ്. കണ്ട്, ഇത് വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി അങ്ങ് പഠിച്ചാൽ, ആ അക്ഷരം നോക്കി അങ്ങ് പറഞ്ഞാൽ മതി. CGS സിസ്റ്റം, MKS സിസ്റ്റം, തേർഡ് വൺ FPS. ലെങ്ത് എഫ് കൂട്ടി ഏത് പറ്റും? ലെങ്ത് ഈസ് മെഷർഡ് ഇൻ എഫ്. ഫുട്ട്, ഇത്ര അടി നമ്മൾ പറയല്ലേ, കാൽപാദം, ഇത്ര അടി ദൂരം, 5 അടി 4 ഇഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ. ഇനി മാസ് പി കൂട്ടി ഏതാണ്? കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ എങ്കിൽ. പൗണ്ട്. വെരി ഗുഡ്, പൗണ്ട്. ടൈം ഏതിലാണ് മെഷർ ചെയ്യുന്നത്? സെക്കൻഡ്. ഇതാണ് മെയിൻ 3 ഓൾഡ് സിസ്റ്റം. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നതാണ് SI യൂണിറ്റ് സിസ്റ്റം, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. അതേതാന്ന് അടുത്ത സ്ക്രീനിൽ എഴുതിത്തരാം. സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. So all the physical quantities that are measured in terms of units. Units are fundamentally classified into 4 types: CGS system, MKS system, FPS system, and SI system. In CGS system, length is measured in centimeter, mass is measured in gram, time in second.
MKS system length is measured in meter, mass in kilogram, time in second. In FPS system length is measured in foot, mass is measured in pound, time is measured in second. And SI system അതിൻ്റെ എല്ലാം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. എഴുതിയെടുക്കാവോ? The SI system of units. നമുക്ക് പറയേണ്ട SI systems ആണ്. SI എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറഞ്ഞേ? സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റം. ശരിക്കും അതിനകത്ത് 7 യൂണിറ്റുകളാണ് പറയുന്നത്. 7 ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സിമ്പൽ. നമുക്കൊരു കോളം വരച്ചെഴുതാം, അപ്പൊ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഫിസിക്കൽ ക്വാണ്ടിറ്റി, യൂണിറ്റ്, സിമ്പൽ. നമുക്ക് ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് എഴുതാം. ഈ കോളാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ്സ്, ഇത് അതിന്റെ സിമ്പൽ. 7 എണ്ണത്തിൽ ഫസ്റ്റ് വൺ ലെങ്ത് തന്നെ. ലെങ്ത് നമ്മൾ ഇന്റർനാഷണൽ എവിടെ, ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ് പറയേണ്ടത്. സിമ്പൽ എം. സെക്കൻഡ് വൺ മാസ്. മാസ് എവിടെ ചെന്നാലും നമ്മൾ ഉപയോഗിക്കുന്നത് കിലോഗ്രാമിലാണ്. ഇനി മുതൽ ലെറ്ററുകളൊക്കെ ശ്രദ്ധിക്കണേ. സ്മോൾ കെ ആട്ടോ, കെ. ടൈം. ടൈം ഇപ്പോഴും SI യൂണിറ്റ് സിസ്റ്റത്തിലും സെക്കൻഡിലാണ്. യൂണിറ്റ്, സിമ്പൽ യെസ്. നെക്സ്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ ഇന്റർനാഷണലിൽ പറയുന്നത് കെൽവിനിലാണ്. കെൽവിൻ എഴുതുന്നത് ക്യാപിറ്റൽ കെ. പിന്നെ പറയുന്നതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകാശ തീവ്രത. അത് ക്യാൻഡലയിലാണ് മെഷർ ചെയ്യണേ. ക്യാൻഡല, CANDALA, ലെറ്റർ CD. അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. കെമിസ്ട്രി പഠിക്കും. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, പദാർത്ഥത്തിന്റെ അല്ലെ ദ്രവ്യത്തിന്റെ അളവ് മെഷർ ചെയ്യുന്നത് ഇത്ര മോളാണ്. 1 മോൾ അല്ലെ 2 മോൾ HCl, 2 മോൾ NaCl അങ്ങനെയൊക്കെ പറയും. റെപ്രസെന്റ് ചെയ്യുന്നത് MOL. ലാസ്റ്റ് ആൻഡ് 7th വൺ കറണ്ട്. കറണ്ട് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, നേരത്തെ അറിയാവുന്ന. നമുക്ക് ആംപിയറിലാണ് മെഷർ ചെയ്യുന്നത്, ലെറ്റർ A. സോ there are 1, 2, 3, 4, 5, 6, 7 physical quantities and the corresponding units and its symbols. Length meter, mass kilogram, time second, temperature Kelvin. ഇത് രണ്ടും നിങ്ങൾക്ക് ഇച്ചിരി പാടുള്ളതായിരിക്കും. ലൂമിനസ് ഇന്റൻസിറ്റി ക്യാൻഡല, ബാക്കിയെല്ലാം എളുപ്പമാണ്. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മോൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. കറണ്ട്, ദാറ്റ് ഈസ് ഇൻ ആംപിയർ. These are called the fundamental unit systems അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇൻ SI സിസ്റ്റം. അത് കുറച്ചുകൂടെ ശരി, ഇൻ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം. അതെന്നാ വെച്ചാൽ ഫണ്ടമെന്റൽ കഴിഞ്ഞ ഇനി 2 എണ്ണം നമ്മൾ സപ്ലിമെന്ററിയോടെ പറയും. സപ്ലിമെന്ററി യൂണിറ്റ്സ്. സപ്ലിമെന്ററി യൂണിറ്റ്സ്. അപ്പം സപ്ലിമെന്ററി യൂണിറ്റ്സ് ഏതാന്ന് ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വല്ലതും ബ്രാക്കറ്റ് 1 മാർക്കിന് വല്ലതും ചോദിച്ചാൽ ഇതെല്ലാം ഫണ്ടമെന്റൽ ആണെന്ന് അറിഞ്ഞിരുന്നേക്കണം. അപ്പം ഫണ്ടമെന്റൽ യൂണിറ്റ് സിസ്റ്റം ഈ 7 എണ്ണത്തിന് പുറമെ there are 2 supplementary unit system. 2 supplementary unit systems ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യാൻ ചോദിക്കുന്നത് കേട്ടോ 1 മാർക്കിന്. പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യുക. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്നാ? ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോണളവ്. പ്ലെയിൻ, ഒരു പ്ലെയിൻ. ഇപ്പൊ ഈ ബോർഡിൽ തന്നെയാണെങ്കിൽ
ഇങ്ങനെ ഒരു ആംഗിൾ അളക്കുവാണ്. ഇതിപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ആ ഡിഗ്രീനെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഈ റേഡിയൻ ആയിട്ടാണ്. റേഡിയൻ. പ്ലെയിൻ ആംഗിൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ പേരാണ് റേഡിയൻ. റേഡിയൻ കാണാൻ ഡിഗ്രീനെ, നമ്മുടെ ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാലോ, അതിനെ π/180 കൊണ്ട് ഗുണിക്കണം. ഡിഗ്രീനെ റേഡിയൻ ആക്കാൻ ഡിഗ്രി വാല്യൂവിനെ π/180 കൊണ്ട് ഗുണിക്കണം. π എന്ന് പറഞ്ഞാൽ എത്രയാ? 3.14. അപ്പൊ ഡിഗ്രി ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 150. ഇതാണ് റേഡിയൻ. ഇനി ഇത് വെച്ച് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഡിഫൈൻ 1 റേഡിയൻ. ഡിഫൈൻ 1 റേഡിയൻ. ഒരു റേഡിയൻ എന്തെന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞാല് റേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. ഇപ്പം 360 ഡിഗ്രി ഒരു മൊത്തം വൃത്തം കറങ്ങും അല്ലേ? ഇവിടെ തുടങ്ങിയാൽ ഇതിലേ കറങ്ങി ഇവിടെ തന്നെയാണ് മൊത്തം 360 ഡിഗ്രി. അതാണ് 2π എങ്കിൽ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 2π ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2π. ദാറ്റ്സ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. ഇത് പൈയുടെ വില ഏകദേശം 57 ഡിഗ്രി 18 മിനിറ്റ് എന്ന് കിട്ടും. ഇത് ഡിഗ്രി കഴിഞ്ഞ് അതിനകത്ത് വീണ്ടും മെഷർ ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പ്രൊട്രാക്ടറിൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ അല്ലേ? അതിനകത്ത് തന്നെ സബ് ഡിവിഷനാണ് ഇത്ര ഡിഗ്രി ഇത്ര മിനിറ്റ്. 57 ഡിഗ്രി 18 മിനിറ്റ് MINUT. അപ്പൊ അതാണ് 1 റേഡിയൻ. അപ്പൊ പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യുന്ന സപ്ലിമെന്ററി യൂണിറ്റ് ആണ് റേഡിയൻ. ഡിഗ്രീനെ തന്ന റേഡിയൻ ആക്കാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 2π ആണ് 360 ഡിഗ്രി എങ്കിൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360നെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് 57 ഡിഗ്രി 18 മിനിറ്റ് ആവും. രണ്ടാമത്തതാണ് സോളിഡ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആംഗിൾ എന്ന് പറയുമ്പം ഒരു പീസ് ആയിരിക്കും അല്ലെ, ഒരു കഷ്ണം മുറിഞ്ഞതുപോലെ ഇരിക്കും. അതായത് ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ എന്നാ പറയണ, ഒരു ഒരു ഗോളിന്റെ ഷേപ്പ്, ഗോളം ഒരു ഗോളം പോലെ ഇരിക്കും. അല്ലെങ്കിൽ സ്പിയർ, ഒരു സ്പിയറിന്റെ അകത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങനെ ഒരു കോണിക്കൽ സെക്ഷൻ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കുമ്പിള് കൂട്ടിയ പോലെ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിഡ് ആംഗിൾ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പിയർ റിജിഡ് ബോഡി. അതിനകമൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് രണ്ടാമത്തെ സപ്ലിമെന്ററി യൂണിറ്റ് ആണ്. ആദ്യത്തെ ഏതായിരുന്നു? റേഡിയൻ. രണ്ടാമത്തെ സപ്ലിമെന്ററി യൂണിറ്റ് ആണ് സ്റ്റെറിഡിയൻ. STERIDIAN. DIAN. That is used to measure solid angle of a sphere. ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് എന്നുള്ള ഹെഡിങ് തീർന്നു. സോളിഡ് ആംഗിൾ ഓഫ് എ സ്പിയർ. ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നാണ് അവ എഴുതുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയ മാസ്, ലെങ്ത്, ടൈം. ഇനി ഡയമെൻഷൻ എഴുതുക എന്നാണ് നമ്മൾ ഇനി പറയാൻ പോണത്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ആയിരുന്നു അല്ലെ ചാപ്റ്ററിന്റെ പേര്. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിനെ ക്യാപിറ്റൽ M ആയിട്ട് എഴുതുക, ലെങ്തിനെ ക്യാപിറ്റൽ L ആയിട്ട് എഴുതുക, ടീനെ ക്യാപിറ്റൽ T ആയിട്ട് എഴുതുക. എങ്കിൽ ഞാൻ ഒന്നാമത് ചോദിക്കാം, ഏരിയയുടെ ഡയമെൻഷൻ എന്നായിരിക്കും? ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞേ. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും? L ഇൻറ്റു L.
that is equal to L square. എഴുതി മനസ്സിലായോ? ഇവിടെ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വെച്ചിട്ടുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ്. വേറെ ഒരെണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും. വോളിയത്തിന്റെ പറയാവോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇപ്പം എത്ര എണ്ണം വരും? എൽ ഇൻറ്റു എൽ എത്രയാണ്? എൽ ക്യൂബ്. മനസ്സിലായില്ലേ ഇപ്പൊ ചെയ്യുന്ന എങ്ങനെയാന്ന് സിമ്പിൾ ആയിട്ട്? ഇനി ഡെൻസിറ്റി പലത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്നാ? മാസ് ബൈ വോളിയം അല്ലേ? മാസിന്റെ ഏതാ നമ്മൾ പറഞ്ഞത്? എം ഡിവൈഡഡ് ബൈ വോളിയത്തിന്റെ എത്രയാ? എൽ ക്യൂബ്. എൽ ക്യൂബ് താഴെ വരും. അപ്പൊ അത് മോളിൽ പോയാലോ? എം അല്ലെ എം റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എം തന്നെ. എം എൽ റേസ് ടു -3. കണ്ടോ? മനസ്സിലായോ? അങ്ങനെയെങ്കിൽ വെലോസിറ്റി തന്നെ എഴുതുകയും വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ ഇത് 3 ഇത്ര എടുത്തിട്ട് ഇത് 3 എഴുതുക കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഇത് ഡിസ്റ്റൻസ് ബൈ ടൈം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. എഴുതി നോക്കിയാൽ തന്നെ
ശരി, നോക്കാം നമുക്ക്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആ ഓർഡറിൽ എഴുതി പഠിക്കണം, അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പം എൽ ബൈ ടി ഓർ എൽ ടി റേസ് ടു -1 കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നോ അലീന? ഇല്ല. ഓക്കെ, എങ്ങനെയാ കിട്ടിയേ? അത് ടൈമിന്റെ അവിടെ ഞാൻ സെക്കൻഡിന്റെ എസ് ആ കൊടുത്തത്. ഇല്ല കേട്ടോ, ഡയമെൻഷൻ എഴുതാനാണ്. യൂണിറ്റ് അല്ല നമ്മളുടെ ഹെഡിങ്. ഡിറൈവ്ഡ് യൂണിറ്റ്സിലെ എല്ലാ സാധനങ്ങളെയും ഡയമെൻഷണൽ നൊട്ടേഷൻ, ഡയമെൻഷൻ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലെ രണ്ടാമത്തെ ഹെഡിങ് ഡയമെൻഷൻ നമ്മൾ എഴുതുന്നത്. അടുത്തത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ്. ഡിസ്റ്റൻസിന്റെ എന്നാ? വീണ്ടും എൽ തന്നെ, എൽ ബൈ ടി, ദാറ്റ് ഓൾസോ എൽ ടി റേസ് ടു -1. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? വെലോസിറ്റി ബൈ ടൈം. നമ്മൾ നോക്കണം വെലോസിറ്റിയുടെ എൽ ബൈ ടി ഓൾറെഡി, അതേ ബൈ ടൈം. ഇപ്പൊ അടിയിൽ 2 ടി വരും അല്ലേ? എൽ ബൈ ടി സ്ക്വയർ ടു എൽ ടി റേസ് ടു -2. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ ഇവിടം വരെയുള്ള എക്സാമ്പിൾ തന്നേക്കുന്നതും കൂടെ എഴുതി പഠിച്ചിട്ട് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വലിയ ഫോഴ്സ്, പ്രഷർ, വർക്ക്, പവർ, എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാം ഞാൻ ചെയ്യിപ്പിക്കാം. ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഇപ്പം ഏകദേശം മനസ്സിലായില്ലേ? ഒരു ഫണ്ടമെന്റൽ രീതി എഴുതുന്നത്. ആ രീതി വെച്ച് ഇവിടം വരെയും പഠിപ്പിച്ചത് എഴുതി പഠിച്ച് വായിച്ച് റെഡി ആയിട്ട് വാട്ടോ.